സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരമേറ്റതിനു പിന്നാലെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ അക്ഷരാർത്ഥത്തിൽ നാഥനില്ലാ കളരിയായി മാറി. അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും മന്ത്രിമാരായി ഭരണത്തിലേക്ക് ചേക്കേറിയതോടെ സംഘടനയെ നയിക്കാൻ ആര് എന്ന ചോദ്യം കോൺഗ്രസിനുള്ളിൽ വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പാർട്ടിയെ സജ്ജമാക്കേണ്ട നിർണായക ഘട്ടത്തിൽ ഇന്ദിരാഭവന്റെ ഭരണം ഏറ്റെടുക്കാൻ ഗ്രൂപ്പ് സമവാക്യങ്ങളും പ്രാദേശിക താല്പര്യങ്ങളും മുൻനിർത്തി അണിയറയിൽ വൻ വടംവലിയാണ് ആരംഭിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെങ്കിലും നേതാക്കളുടെ മത്സരം തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ഒരു പദവിക്കായി ഒട്ടേറെ പേരാണ് വടം വലിക്കുന്നത്. ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നാൽ വൈകാതെ തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി VD സതീശന്റെ അഭിപ്രായം തേടുമെങ്കിലും KC വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാകുമെന്ന് ഉറപ്പാണ്. KPCC അധ്യക്ഷ നിയമനത്തിൽ മാനദണ്ഡം വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് സജീവമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിടി MPമാർ ചരടുവലി തുടങ്ങിയതോടെയാണ് മാനദണ്ഡത്തിനായുള്ള മുറവിളി. ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ MPമാരുണ്ട്, MLA ഉണ്ട്, മുതിർന്ന നേതാക്കളുണ്ട്. ഇതിനിടയിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ സ്വയം അവകാശവാദം ഉയർത്തി നിൽക്കുന്നവരുമുണ്ട്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ ജയിച്ച MPയും മുൻ കേന്ദ്രമന്ത്രിയുമെല്ലാമായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. നിലവിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ്. ലോക്സഭയിൽ കോൺഗ്രസിന്റെ ചീഫ് വിപ്പും കൊടിക്കുന്നിലാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനും K സുധാകരനും അധ്യക്ഷന്മാരായിരിക്കെ PCC വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. മുൻപും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ കണ്ട് നേരിട്ട് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പൊതുവെ അയോഗ്യതകളൊന്നുമില്ലെങ്കിലും ഒന്നിലധികം സുപ്രധാന പദവികൾ വഹിക്കുന്നത് കൊടിക്കുന്നിലിന് തിരിച്ചടിയാണ്. നിലവിൽ ചാലക്കുടിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ബെന്നി ബെഹനാൻ. 2 തവണ MLA ആയിട്ടുണ്ട്. 17 വർഷക്കാലം KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. 1981 മുതൽ KPCC നിർവാഹക സമിതി അംഗം. 2018-20 കാലത്ത് UDF കൺവീനർ ആയിരുന്നു. സുദീർഘമായ സംഘടനാ പ്രവർത്തന പാരമ്പര്യം കരുത്തായി നിൽക്കുമ്പോൾ ആകെയുള്ള ന്യൂനത മുഖ്യമന്ത്രി VD സതീശന്റെയും ബെന്നി ബെഹനാന്റെയും ജില്ല ഒന്നാണ് എന്നതാണ്. LDF അധികാരത്തിലിരിക്കെ മുഖ്യമന്ത്രി പിണറായിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂർക്കാരായിരുന്നുവെന്നത് വസ്തുതയാണെങ്കിലും ഇത്തരം പ്രാദേശിക ഘടകങ്ങൾ കോൺഗ്രസ് പരിശോധിക്കും. നിലവിൽ ആറ്റിങ്ങലിൽ നിന്നുള്ള ലോക്സഭാംഗവും UDF കൺവീനറുമാണ് അടൂർ പ്രകാശ്. ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെട്ടെങ്കിലും MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന മാനദണ്ഡത്തിൽ തട്ടി മാറി നിന്നു. 5 തവണ MLA ആയിരുന്ന അടൂർ 2 തവണ മന്ത്രിയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പക്ഷാഘാതം വന്നെങ്കിലും ചികിത്സയ്ക്ക് ശേഷം പൊതുരംഗത്ത് സജീവമാണ്. ആന്റോ ആന്റണിയാണ് അടുത്തത്. നിലവിൽ പത്തനംതിട്ട MP ആണ്. 4ാം തവണ പത്തനംതിട്ടയിൽ നിന്ന് വിജയിച്ച ആന്റോ ആന്റണി സണ്ണി ജോസഫിനൊപ്പം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടു. മുതിർന്ന നേതാക്കളുടെ ശക്തമായ എതിർപ്പിൽ തട്ടി വെട്ടിപ്പോയ ആന്റോ ഇത്തവണ സജീവമായി മുൻപിലുണ്ട്. KPCC മുൻ അധ്യക്ഷൻ, UDF മുൻ കൺവീനർ, മന്ത്രി ഉൾപ്പെടെ സുപ്രധാന പദവികൾ വഹിച്ച MM ഹസന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. വടംവലി രൂക്ഷമായാൽ സർക്കാരിൽ പദവികൾ വേണ്ടെന്ന നിലപാടുള്ള ഹസനെ പരിഗണിച്ച് സമവായം കണ്ടെത്താനും ശ്രമം നടന്നേക്കും. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജനപ്രതിനിധികളെ പരിഗണിക്കരുതെന്ന ആവശ്യമുയർത്തിയ നേതാക്കളിൽ ഒരാളാണ് ജോസഫ് വാഴയ്ക്കൻ. KPCC ജനറൽ സെക്രട്ടറിയായി 11 വർഷവും വൈസ് പ്രസിഡന്റായി 10 വർഷവും സെക്രട്ടറിയായി 5 വർഷവും പ്രവർത്തിച്ച വാഴയ്ക്കൻ മൂവാറ്റുപുഴയിൽ നിന്ന് 2011 MLA ആയിട്ടുണ്ട്. KSU അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ നിലവിൽ KPCC വർക്കിംഗ് പ്രസിഡന്റും MPയുമാണ്. 3 തവണ പാലക്കാട് MLA. കോൺഗ്രസിലെ ഏറ്റവും ക്രൗഡ് പുള്ളറായ യുവ നേതാവ് എന്ന ലേബൽ തന്നെയാണ് ഷാഫിക്ക് കരുത്താകുന്നത്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷനായിരുന്നു. മാത്യു കുഴൽനാടനാണ് അടുത്തത്. പിണറായി വിജയനെതിരെ പോരാടിയെന്ന ഇമേജ് പാർട്ടിയിലും അണികൾക്കിടയിലും സ്വീകാര്യത വർദ്ധിപ്പിച്ചു. നിലവിൽ KPCC വൈസ് പ്രസിഡന്റ്, പ്രൊഫഷണൽ സംസ്ഥാന ചെയർമാൻ, KPCC ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവികൾ വഹിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പക്ഷക്കാരനായ ജോസഫ് വാഴയ്ക്കൻ ഒഴികെയുള്ളവർ KC വേണുഗോപാൽ പക്ഷത്തോട് കൂറുള്ള നേതാക്കളാണ്. അതിനാൽ ഒരു പേര് തെരഞ്ഞെടുക്കുന്നതിലും KCക്ക് തലവേദനയേറും. അവസാന ലാപ്പിൽ മുഖ്യമന്ത്രി മത്സരത്തിൽ നിന്ന് മാറേണ്ടി വന്ന KC പാർട്ടിയിലെ പിടിവിട്ടു കളിയാൻ താല്പര്യപ്പെടുന്നില്ല എന്നിരിക്കെ ആരെ തെരഞ്ഞെടുക്കുമെന്നതിൽ പാർട്ടിയിലും ആകാംക്ഷയേറിയിട്ടുണ്ട്.
ഭരണവും സംഘടനയും ഒരുപോലെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അധികാരം ലഭിച്ച ആവേശം കെട്ടടങ്ങാൻ അധികനാൾ വേണ്ടെന്ന തിരിച്ചറിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. ഗ്രൂപ്പ് പോരിലും സ്വന്തക്കാരെ തിരികെ കയറ്റുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. ജനപ്രതിനിധികളെ മാറ്റി നിർത്തി പൂർണ്ണ സമയ സംഘടനാ പ്രവർത്തകരെ കൊണ്ടുവരണമെന്ന ആവശ്യവും എംപിമാരുടെ കുപ്പായമൂരി അധ്യക്ഷനാകാൻ എത്തുന്നവരുടെ മോഹങ്ങളും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. കെ.സി. വേണുഗോപാലിന്റെ രാഷ്ട്രീയ നിലപാടുകളും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ താല്പര്യങ്ങളും ഒത്തുപോകുന്ന ഒരു സമവായ കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്തുക എന്നത് വരും ദിവസങ്ങളിൽ കെ.പി.സി.സിക്ക് വലിയൊരു അഗ്നിപരീക്ഷ തന്നെയായിരിക്കും.